ഹായ് ഫ്രണ്ട്സ്. പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ ആദ്യം ഓടി ഒരു തിളച്ച വെള്ളം കോരി ഒഴിക്കുന്നതായിരിക്കും അല്ലേ. എൻ്റെ അനിയത്തി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേച്ചി വയറിലും നടുവിനൊക്കെ തിളച്ച വെള്ളം കോരി ഒഴിക്കുന്ന, പിന്നെ ആടിൻ്റെ ലേഹ്യം, അജമാംസ ലേഹ്യമൊക്കെ കഴിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ എൻ്റെ പ്രസവരക്ഷ. ഞാൻ എൻ്റെ പ്രസവരക്ഷ എടുത്തത് നമ്മുടെ സഹ്യ ആയുർവേദിക് ഹോസ്പിറ്റലിലാണ്. 21 ഡേയ്സിൻ്റെ പ്ലാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അവിടെ 7 days, 9 days, 14 days, 21 days, 28 days ഇങ്ങനെ പല പ്ലാനുകളും ഉണ്ട്. ഞാനതിൽ ചൂസ് ചെയ്തത് 21 ഡേയ്സിൻ്റെയാണ്. ഈ 21 ദിവസവും ഞാനും അമ്മയും, എൻ്റെ അമ്മയും യാമിയും അവിടെയായിരുന്നു. നമുക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. നല്ല വലിയൊരു റൂം വിത്ത് AC, എല്ലാ സൗകര്യങ്ങളുണ്ട്. മീൻസ് ഹോട്ട് വാട്ടർ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. ബെഡ് ഉണ്ട്, TV, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഒട്ടും ബോറൊന്നും അടിച്ചില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻസ് പേഴ്സൺസ് ആണ്. കാരണം അവിടെ 2 ഡോക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡോക്ടർ സാജിദ ഷറഫുദ്ദീൻ, അവരാണ് നമ്മളെ ഇതൊക്കെ നോക്കുന്നത്. അവരൊരു ഗൈനക്കോളജിസ്റ്റാണ്. അവിടെ ചെന്നതിനാണ് ശേഷം ഞാൻ മറ്റൊരു കാര്യം അറിഞ്ഞത്, അവർ ഒരുപാട് പേർക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെന്നത്. അവരുടെ ഹസ്ബൻഡ് ഡോക്ടർ ഷറഫുദ്ദീൻ ഓർത്തോ റിലേറ്റഡ് ആണ് നോക്കുന്നത്. പിന്നെയുള്ളത് ജൂനിയർ ഡോക്ടർ നിമിത. ഇത്രയും പേരാണ് അവിടുത്തെ ഡോക്ടേഴ്സ്. മോർണിംഗ് മീൻസ് നമ്മുടെ സായുധ ഡോക്ടർ വന്ന് നമ്മളെ എല്ലാ നോക്കും. നമ്മളെ എന്താണ് നമുക്കുള്ള പ്രശ്നമെന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അവർ തീരുമാനിക്കുന്നത്. 21 ഡേയ്സും രാവിലെയും വൈകുന്നേരം ഡോക്ടർ വന്നും പകൽ നമ്മളെ ജൂനിയർ ഡോക്ടറും വന്ന് നമ്മളെ നോക്കിയിട്ട് പോകും. പിന്നെ ഇപ്പോൾ തലയിൽ എണ്ണ തേക്കുന്നുണ്ടല്ലേ, ഹെഡ് മസാജ്, വെറുതെ എണ്ണ തേക്കല്ല, ഹെഡ് മസാജ്. നല്ല ഹെഡ് മസാജ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ പാത്തി, ഇതിന് എന്താ പറയാറില്ല, ഈ പാത്തിയിലേക്ക് കിടത്തും. അതിന് ശേഷം ഫേസ് നല്ല മസാജ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് പാക്ക് ഇടും. ഈ സംഭവം 21 ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. ബാക്കി കിഴിയും ധാര അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് എന്ത് ട്രീറ്റ്മെൻറ്റുകളിലാണ് മാറ്റം വരിക. ബാക്കി മുഖത്ത് ഫേസ് പാക്ക് ഇടും, ഹെയർ ട്രീറ്റ്മെൻറ്റും സെയിം ആണ്. പിന്നെ നമ്മൾ നല്ല വൃത്തിയിൽ അവർ തന്നെ എന്താക്കും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. 40 മരത്തിൻ്റെ വെള്ളമായിരിക്കും. 40 മരത്തിൻ്റെ വെള്ളത്തിലാണ് ഞാനും വാവയും കുളിപ്പിച്ചത്. വാവേനെ മീൻസ് യാമിക്കുട്ടീനെയും അവരെന്നെയാണ് കുളിപ്പിച്ച്. ഇതിൽ 2 ചേച്ചിമാരെ എനിക്ക് വേണ്ടി അസൈൻ ചെയ്ത് തന്നിരുന്നു. ഒന്ന് ലിബിന ചേച്ചി, ഒന്ന് വിൻസി ചേച്ചി. ഇവരാണ് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തത്. കൂടാതെ വാവേനെ കുളിപ്പിച്ചത് വിൻസി ചേച്ചിയായിരുന്നു. വിൻസി ചേച്ചി അത്യാവശ്യം പാട്ട് പാടും. പാട്ടൊക്കെ പാടിയിട്ടാണ് വാവേനെ കുളിപ്പിക്കുക. വാവേനെ അവർ നല്ലോണം എണ്ണ തേച്ച്, അങ്ങനെ എണ്ണ തേച്ച് ഇടുമൊന്നുമില്ല, എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ അവരുപയോഗിച്ചത് 40 മരം ഇട്ട് തിളപ്പിച്ച വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് നമുക്ക് 6 നേരം ഫുഡുണ്ട്. അതായത് മീൻസ് പ്രസവിച്ച ലേഡിക്ക് 6 നേരമാണ് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് കണ്ട തലയിൽ രാസ്നാദിപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ടത്. അതിനുശേഷം ഈ സംഭവം, ഇതിനകത്ത് ധൂമപാനം അങ്ങനെയാണ് പറഞ്ഞത്. എന്താ സംഭവിച്ചാൽ മുടിയിൽ കായകളൊന്നും ഇല്ലാതെ വരാനോ അങ്ങനെന്തോ ആണ് സംഭവം. ഇതും എല്ലാ ദിവസവും ചെയ്യും. ഇതാകുമ്പോൾ പെട്ടെന്ന് മുടിയൊക്കെ ഉണങ്ങും. എൻ്റെ മുടി കുറച്ച് തിക്കുള്ളത്, ഉണങ്ങാൻ ഇത്തിരി പാടാണ്. മുടി പെട്ടെന്ന് ഉണങ്ങും. ഡെയിലി ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഡെയിലി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തലയെ കഴുകി ഇങ്ങനെ തരുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡോക്ടർ നമ്പറും പേരും ഒക്കെ കൊടുക്കാം. ഈ ഫോട്ടോ കണ്ടോ, ഈ ഫോട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഡോക്ടേഴ്സുമായിട്ട് നിന്ന് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.